ഏതൊരു കലയ്ക്കും അതിൻ്റേതായ ഒരു വകതിരിവുണ്ട്. ആദ്യമായി ഈ കലയെ അവർ സ്നേഹിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് ആദ്യമായി ഈ കലയോടുള്ള വെച്ചുപൂജ. ഇത് കഴിഞ്ഞാണ് ക്ഷേത്രങ്ങളിലെ തെയ്യം, തിറ, വെള്ളാട്ട് ഇവയുടെയെല്ലാം വേഷപ്പകർച്ച തുടങ്ങുക. 1-2 മണിക്കൂർ നിലത്ത് കിടന്ന് മുഖമെഴുത്ത്, പുള്ളിയിടൽ, വേഷം കെട്ടൽ എന്നിവയെല്ലാം കഴിഞ്ഞ് ഏറെ അതികഠിനമായ ചൂടിനുള്ളിൽ വേഷം കെട്ടി വേർത്തൊലിച്ച് ഈ കലാകാരന്മാർ ഇവയോടുള്ള ആത്മാർത്ഥത കൊണ്ടും ഇഷ്ടം കൊണ്ടും മാത്രമാണ് ഇത് വെച്ച് പുലർത്തുന്നത്. ഈ കല നശിക്കാതിരിക്കാൻ കാരണം കുറച്ചെങ്കിലും ചെറുപ്പക്കാർക്കുള്ള ഈ കലയോടുള്ള ഏറെ ഇഷ്ടമാണ്. ഈ കല എത്രത്തോളം ഇഷ്ടപ്പെടുന്നുവോ അത്രത്തോളം ഈ കലയെ കാണാൻ ഏറെ കൗതുകവും ഇഷ്ടവും അതിലേറെ മനോഹരവുമാക്കി തീർക്കാൻ കഴിയും. ഈ കലാകാരന്മാർ വന്നിരിക്കുന്നത് ചെത്തുകടവ് ചന്തൂസ് കലാസമിതി എന്ന കോഴിക്കോട് ജില്ലയിലെ ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ കൂട്ടായ്മയിൽ നിന്നാണ്. കാരണവന്മാരും ഗുരുക്കന്മാരായുണ്ട്. എല്ലാവരും ചേർന്ന ഒരേ മനസ്സോടെയുള്ള ഈ ഒരു കലയെ നമുക്ക് നിലനിർത്തണം. തെയ്യവും തിറയും വെള്ളാട്ടുമെല്ലാം നമ്മുടെ കേരളീയൻ്റെ സംസ്കാരമായി നിലനിൽക്കുന്ന, ചോരകളിൽ നിലനിൽക്കുന്ന, അവൻ്റെ ക്ഷേത്രങ്ങളിൽ നിലനിൽക്കുന്ന, അവൻ്റെ മനസ്സുകളിൽ നിലനിൽക്കുന്ന ഈ കലയെ നമുക്ക് ഉപേക്ഷിച്ചുകൂടാ.